ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ റമദാൻ ബേസ് ആയിട്ടുള്ള ഒരു റൂം ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പോളിട്ടായിരുന്നു, അതിൽ കൂടുതൽ റമദാൻ റൂം ഡെക്കോറാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്യാം. ഇത് ഞാൻ റമദാനിൻ്റെ തലേന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ ഇത് വീഡിയോ വരുന്നത് റമദാനിൻ്റെ അന്നേക്കാരം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അത് ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ പോളിട്ടപ്പോൾ കൂടുതലത് വന്നപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും കുറേ ഉണ്ടാക്കാനുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ക്യാമറ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സാധനം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനിയും വേണം കേട്ടോ കുറേ ഉണ്ടാക്കാൻ. ഈ ഒരു സർക്കിൾ ഉണ്ടാക്കാനാണ് കുറച്ച് പാട് പെട്ടത് കേട്ടോ. അപ്പം ഈ സാധനം ഉണ്ടാക്കാനായിട്ട് തന്നെ നമ്മളിതാ കുറേ സർക്കിൾസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 14 പേപ്പേഴ്സാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഫുള്ളും ഹാഫായിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് പശ തേച്ച് കൊടുക്കുക. സെൻറ്ററിൽ പശ തേച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും അത് റെഡിയാവും. അങ്ങനെ ഇത് എല്ലാതും ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്ററിൽ ഹാഫായിട്ട് മടക്കിയിട്ട് സെൻറ്ററിൽ പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്പീഡാക്കിയത് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വെച്ചാണ്, എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാതും. എന്നിട്ട് ഇതാ നമ്മുടെ മുകൾ ഭാഗത്തും അടിയിലെ ഭാഗത്തും കൂടി പശ തേച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒട്ടിച്ച് കൊടുത്ത അതേമാതിരി തന്നെ അയിമ പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നോക്കി ചെയ്താൽ മതി. ഞാൻ ഫുൾ ക്ലിയർ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉണങ്ങിയ ശേഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിടർത്തി നോക്കുക റെഡി ആയിക്കണോ എന്നുള്ളത്, അല്ലെങ്കിൽ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ടാക്കേണ്ടി വെച്ചാൽ 3 കളേഴ്സാണ്. അപ്പോൾ 2 എണ്ണം ചെറുതും ഒന്ന് വലുതായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ വൈറ്റ് കളറിലും യെല്ലോ കളറിലും പിങ്ക് കളറിലോട്ട് ചെയ്തെടുക്കുന്നത്. പിങ്ക് കളറും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിന് മാച്ചായിട്ടുള്ളത് പിങ്കും വൈറ്റും യെല്ലോ ആണ്. പിന്നെ ഇതാ ഞാൻ സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ 2 എണ്ണം വീതിച്ചാണ് ഉണ്ടാക്കാനുള്ളത്. അതിന് 2 എണ്ണം വീതം ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ 3 എണ്ണം 2 എണ്ണം വീതമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് കേട്ടോ ഇതിന് വേണ്ടത്. പക്ഷെ ഞാൻ 3 എണ്ണം സ്റ്റാർ യെല്ലോ കളർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. വൈറ്റ് കളറും നമുക്ക് 3 എണ്ണം വേണം. വൈറ്റ് കളർ 3 എണ്ണം മതി കേട്ടോ. ഇനി നമുക്കൊരു 3 എണ്ണം കട്ട് ചെയ്തെടുക്കണം. 2 എണ്ണം വീതിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പുറം ഇപ്പുറം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ നൂലിലൊന്ന് ചെയ്ത് കൊടുക്കണം. നൂലിൽ ചെയ്യണം, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് എനിക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാനായിരുന്നില്ല, അതാണ്. ഇത് ഫസ്റ്റത്തേതായി ഇങ്ങനെ ഇട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വീഡിയോയിൽ ഈ കാണിച്ച മാതിരി ആ ഓർഡറിൽ ചെയ്ത് കൊടുത്താൽ മതി. അത് തന്നെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ വാതിലിൻ്റെ ഇവിടെയാണ് ഒട്ടിക്കുന്നത്. ഫസ്റ്റ് ഞാൻ വാതിലിൻ്റെ ഇവിടെ ഒട്ടിച്ചെങ്കിലും പിന്നെ ഞാൻ മാറ്റിയിട്ട് എൻ്റെ കർട്ടൻ്റെ അവിടേക്ക് ആക്കി. കാരണം ഇവിടെ ഒട്ടിച്ചിട്ട് നമ്മൾ തലക്കായ്മ തട്ടുമല്ലോ, അങ്ങനെ തട്ടി അത് നിലത്ത് വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറ്റി കർട്ടൻ്റെ അവിടേക്ക് ആക്കി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ റിസൾട്ട് അറിയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല രസമുണ്ട് കാണാൻ തന്നെ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാതിലിൻ്റെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു വാതിലിനെക്കാട്ടി നല്ലത് നമ്മളെ കർട്ടൻ്റെ അവിടെയുള്ള ആ ഭാഗത്ത് ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. ചുമരും ഒട്ടിച്ചാലും കുഴപ്പമില്ല. എൻ്റെ ചുമരും ഒട്ടിച്ചാൽ പെയിൻറ്റ് പോകുന്നുള്ള പേടികൊണ്ടാട്ടോ ഞാൻ ചെയ്തത്. കാരണം എൻ്റെ ചുമര് ഫുള്ളായിട്ട് പെയിൻറ്റ് പോയതാണ് കേട്ടോ. ഫുള്ളായിട്ട് നല്ല കുറേ പോയിക്കണു. അതുകൊണ്ട് നമ്മൾ ഇതാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.